ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും ട്രോങ്സ സോങ്ങിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് ട്രോങ്സ സോങ്ങിലെ പാർക്കിംഗ് ലോട്ടാണ്. ഞങ്ങൾ രാവിലെ ട്രോങ്സ ടവറിൽ പോയി അതിനുശേഷം അവിടുന്ന് നേരെ വരുന്നത് ട്രോങ്സ സോങ് കാണാനാണ്. ട്രോങ്സ ടവറിൽ നിന്നും ട്രോങ്സ സോങ്ങിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 1.5 കിലോമീറ്ററാണ്. ഇതാണ് ട്രോങ്സ സോങ്ങിൻ്റെ മെയിൻ എൻട്രൻസ്. ഈ ട്രോങ്സ സോങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ കാണുന്നതാണ് ട്രോങ്സ സോങ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ട്രോങ്സ സോങ്ങിന് ഉള്ളിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് ട്രോങ്സ സോങ്ങിൻ്റെ പുറമേയുള്ള ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. ട്രോങ്സ സോങ്ങിൻ്റെ ഈ വ്യൂ എന്ന് പറയുന്നത് താഷിനാൻജെ ഗസ്റ്റ് ഹൗസിൽ നിന്നുള്ളതാണ്. ട്രോങ്സ സോങ്ങിൻ്റെയും ട്രോങ്സ വാലിയുടെയും ഏറ്റവും ബെസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് താഷിനാൻജെ ഗസ്റ്റ് ഹൗസിൽ നിന്നും പിന്നെ നമ്മുടെ ട്രോങ്സ ടവറിൽ നിന്നുമാണ്. ഈ ഗസ്റ്റ് ഹൗസിൽ നിന്നും ട്രോങ്സ സോങ്ങിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 1 കിലോമീറ്റർ മാത്രമാണ്. ട്രോങ്സ സോങ്ങിലെ ഉള്ളിലെ കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് ഈ ട്രോങ്സ സോങ്ങിൻ്റെ പുറമേയുള്ള ദൃശ്യങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. ഇനിയും നമുക്ക് സോങ്ങിനുള്ളിലെ കാഴ്ചകൾ കാണാം. രാവിലെ തുടങ്ങിയ മഴയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഹൂഡി ധരിച്ചിട്ട് സോങ്ങിനുള്ളിൽ കയറാൻ പാടില്ല. ഞങ്ങളിപ്പോൾ പുറത്താണുള്ളത്. ഹലോ, എന്ത് ക്യൂട്ട് സ്മൈലാണെന്ന് നോക്കിക്കേ. ഈ വുഡൻ ബ്രിഡ്ജ് കയറി ഇനി നമുക്ക് അപ്പുറത്തെത്തണം. കാണാൻ ഭംഗിയുള്ള ഒരു അരുവി, അതിന് മുകളിൽ കൂടി ഒരു വുഡൻ ബ്രിഡ്ജ്. ഇവിടെ ബ്രിഡ്ജിന് പറയുന്നത് കുണ്ടലിംഗ് ബാസം എന്നാണ്. കുണ്ടലിംഗ് എന്ന് പറഞ്ഞാൽ തടി, ബാസം എന്ന് പറഞ്ഞാൽ പാലം, തടിപ്പാലം, വുഡൻ ബ്രിഡ്ജ്. സോങ്ങിന് ഉള്ളിലേക്ക് പോകുന്ന വഴിയിലൊക്കെ നല്ല ഗാർഡനാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഗാർഡൻ. ഈ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ ഏത് ടൂറിസ്റ്റ് ആയാലും നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടേ പോവുള്ളൂ, അല്ലെങ്കിൽ വീഡിയോയിൽ പകർത്തും. ട്രോങ്സ സോങ്ങിലെ ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. അതായത് ഭൂട്ടാനിലെ മറ്റു സോങ്ങിൽ നല്ല തിരക്കുണ്ടായിരിക്കും ടൂറിസ്റ്റുകളുടെ. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ തിമ്പുവിൽ നിന്നും ട്രോങ്സയിൽ വരാൻ ഏകദേശം 9 മണിക്കൂർ യാത്രയുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ്. നോർമലി ആൾക്കാർ പോപ്ചിക്കവാലി അതല്ലെങ്കിൽ പുനാക്കയിലാണ് സ്റ്റേ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേയിലാണ് ഇങ്ങോട്ട് വരിക. 1 വീക്ക് ട്രിപ്പിന് ഭൂട്ടാനിൽ വരുന്ന ടൂറിസ്റ്റുകൾ കൂടുതലും ട്രോങ്സ പ്രിഫർ ചെയ്യാറില്ല. കാരണം റോഡിൻ്റെ സ്ഥിതി വളരെ മോശമാണ്. അതുകൊണ്ടാണ് ഈ 200 കിലോമീറ്റർ നമുക്ക് 9 മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ടി വരുന്നത്. നല്ല പൂക്കളൊക്കെ കണ്ടാൽ ഫോട്ടോ എടുക്കാണ്ട് അങ്ങനെ പോകാൻ പറ്റുമോ? നമ്മുടെ ലാക്പ പറയുന്നത് സോങ്ങിനുള്ളിൽ നമുക്ക് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാം, പക്ഷേ ടെമ്പിളിനുള്ളിൽ നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അനുവാദമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫോൺ ഷുഡ് ബി ഓൺ സൈലൻറ്റ് മോഡ്. അതുപോലെ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ. അതുപോലെ നമുക്ക് ഷോർട്ട്സ് ഇട്ടിട്ട് അതുപോലെ ഹാറ്റ്, സൺഗ്ലാസ്, ഹൂഡീസ് ഇതൊന്നും ഇട്ടിട്ട് നമുക്ക് ഉള്ളിൽ കയറാൻ അനുവാദമില്ല. ഈ പൂക്കളൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ട്, പക്ഷേ പൂക്കൾ കാണുമ്പം ഉള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് അതൊരു വേറെ ലെവലാണ്. അങ്ങനെ നമ്മൾ ട്രോങ്സ സോങ്ങിലേക്ക് കടക്കുകയാണ്. ട്രോങ്സ സോങ് എന്ന് പറയുന്നത് ഭൂട്ടാനിലെ വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് സോങ് ആണ്. ട്രോങ്സ സോങ്ങിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ട്രോങ്സ എന്ന വാക്കിൻ്റെ ഭൂട്ടനീസിലുള്ള അർത്ഥം പുതിയ ഗ്രാമം എന്നാണ്. അന്നത്തെ ഡ്രൂക്ക് ലാമയായ നാഗി വാങ്ചുക് ഇവിടെ 1543 ഒരു ചെറിയ ക്ഷേത്രം പണികഴിപ്പിക്കുകയുണ്ടായി. 1647 ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് പുതിയ സോങ് പണിയുകയുണ്ടായി. പിന്നീട് കാലാകാലങ്ങളിലായിട്ടുള്ള നവീകരണത്തിൻ്റെ ഭാഗമായി ഈ സോങ് വലുതായി വന്നു. ഏറ്റവും കൂടുതൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. പിന്നീട് 1715 ഒരു വലിയ മൊണസ്ട്രി പണി കഴിപ്പിച്ചു. അതിനോടനുബന്ധിച്ച് 1771 ഒരു മൈത്രേയ ടെമ്പിൾ പണി കഴിപ്പിച്ചു. 1897 നടന്ന ഭൂകമ്പത്തിൽ ഈ സോങ് പൂർണ്ണമായും തകരുകയും അതിനുശേഷം 1927 1999 വിപുലമായ നവീകരണത്തിന് വിധേയമായി ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു നിലയിലെത്തിയത്. 1907 മുൻപ് വരെ ഭൂട്ടാനെ നിയന്ത്രിക്കാൻ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രസ്ഥാനം ഈ ട്രോങ്സ സോങ് ആയിരുന്നു. ഈ സോങ്ങിനുള്ളിൽ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിങ്സ് ഉണ്ട്, പ്രെയർ റൂംസ് ഉണ്ട്, സ്റ്റഡി റൂംസ്, അതുപോലെ തന്നെ ബുദ്ധമത സന്യാസികൾക്കുള്ള അക്കോമഡേഷന്. ഇവിടെ ഏകദേശം ഒരു 200-ന് മുകളിൽ ബുദ്ധമത സന്യാസികളുണ്ട്. ഈ സോങ്ങിനുള്ളിൽ 25ഓളം ബുദ്ധമത ക്ഷേത്രങ്ങളുമുണ്ട്.
ഈ സോങ്ങിൻ്റെ വലിപ്പം തന്നെ ഏതൊരു ടൂറിസ്റ്റിനെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഭൂട്ടാനിൽ വന്ന ശേഷം എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയതെന്ന് പറയുന്നത് ഭൂട്ടാനീസ് ആർക്കിടെക്ചറാണ്. ഈ ഡിസൈനുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിലെ ആർട്ടിസ്റ്റിക് വർക്ക് എല്ലാം ഭൂട്ടാനീസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ടുള്ള അവരുടെ അതേ ശൈലിയാണ് അവർ അന്നും ഇന്നും ഫോളോ ചെയ്യുന്നത്. ഭൂട്ടാനീസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വാക്കുകൾക്ക് അതീതമാണ്. ഇത് ശരിക്കും നമ്മളിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു മഹത്വം നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ കാണുന്നത് ട്രോങ്സ സോങ്ങിൽ ട്രോങ്സ സെയ്ച്ചു എന്നറിയപ്പെടുന്ന ഒരു 5 ദിവസത്തെ ഉത്സവമാണ്. ഭൂട്ടാൻ കലണ്ടർ അനുസരിച്ചിട്ട് ഡിസംബർ അല്ലെങ്കിൽ ജനുവരി മാസങ്ങളിലാണ് ഈ ഉത്സവം കൊണ്ടാടപ്പെടുന്നത്. ഇത് 8-ാം നൂറ്റാണ്ടിൽ ഭൂട്ടാനിലേക്ക് വന്ന ഗുരു റിംപോച്ചയുടെ വരവ് ആഘോഷിക്കുന്ന ഈ ഉത്സവം തിന്മയ്ക്കെതിരെ ബുദ്ധമതത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ അടയാളമായിട്ടാണ് കാണപ്പെടുന്നത്. യുനെസ്കോ ഉൾപ്പെടുത്തലിനായി ഭൂട്ടാൻ്റെ താൽക്കാലിക പട്ടികയിൽ ട്രോങ്സ സോങ് താൽക്കാലിക സൈറ്റായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ട്രോങ്സ സോങ്ങിലെ ഒരു പ്രധാന ക്ഷേത്രത്തിലേക്ക് പോകാം. ഈ ഇടത് സൈഡിൽ കാണുന്നത് ബുദ്ധമത സന്യാസികളുടെ ധ്യാന കേന്ദ്രങ്ങളാണ്. ഭൂട്ടാൻ്റെ രാജ്യഭരണം തുടങ്ങുന്നത് 1907 ഡിസംബറിലാണ്. വാങ്ചുക് ഫാമിലിയാണ് ഇത് പാരമ്പര്യമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്നത് ട്രോങ്സ സോങ്ങിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. ഇത് ഈ സോങ്ങിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരു ബുദ്ധമത സന്യാസിയാണ്. ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.